എന്താണ് നിനക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ മിണ്ടാതിരിക്കാതെ പറയാനോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞില്ല ശരത്തേട്ടാ. പിന്നെ എന്തിനാ അത് എന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? നിന്നെ ടെൻഷനാക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. ശരി, നീ ഒരു കാര്യം ചെയ്യ്. പോയി ആഹാരം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങ. ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഓർമ്മ വരുമോ നോക്കാലോ. അപ്പൊ പറഞ്ഞാ മതി. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശരത്തേട്ടാ. എന്റെ ബുദ്ധിമോശം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്റെ പിടിപ്പയോടുകൊണ്ടാണോ ചിന്നുവിനെ രക്ഷിക്കാൻ പറ്റാതായത്? ഏയ്, അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അനു. എന്റെ ലക്ഷ്മി അടുത്തേക്ക് വേണ്ടി ഞാൻ ചിന്നുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. പോട്ടെ അനു, നീ അത് തന്നെ ഓർത്തോണ്ടിരിക്കണ്ട. നമുക്ക് ചിന്നുവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. നീ സമാധാനമായിട്ടിരിക്കെ. ശ്രീറാം പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴി ചിന്നു തന്നെ നമുക്ക് കാണിച്ചു തരും. ശരത്തേട്ടാ, അവൾ എന്നോട് ചോദിച്ചത് അമ്മ വന്നില്ലേ എന്നാ. അവൾ എന്തായിരിക്കും അങ്ങനെ ചോദിച്ചേ? ചിന്നു ലക്ഷ്മി അടുത്തിയെ കുറിച്ച് അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും? ലക്ഷ്മി അടുത്തി അവൾ ലക്ഷ്മിയമ്മ എന്നല്ലേ വിളിക്കുന്നേ, അല്ലാതെ അമ്മയെന്നല്ലല്ലോ. ചിലപ്പോ നീ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. ചിന്നു ലക്ഷ്മിയമ്മ എന്ന് തന്നെ ആയിരിക്കും പറഞ്ഞത്. അല്ല, അമ്മയെന്ന് തന്നെയാ പറഞ്ഞത്. അമ്മ എന്താ വരാത്തതെന്നാ ചോദിച്ചത്. അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചത്? എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അവൾ ഇവിടുത്തെ ആരും അല്ലേ? നോക്കനു, നീ ആവശ്യമില്ലാത്തൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. ചിന്നു ചിന്നു മാത്രമാണ് എല്ലാ അർത്ഥത്തിലും, അല്ലാതെ അവൾ ഇവിടുത്തെ ആരുമല്ല. ദേ, നീ പോയി റെസ്റ്റ് എടുക്ക. ബാക്കിയൊക്കെ നാളെ രാവിലെ സംസാരിക്കാം. എന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ആരും തയ്യാറാവാത്തത്? ചിന്നു, അവൾക്ക് പിന്നിൽ എന്തോ ഒരു സത്യമുണ്ട്. അതറിയാവുന്ന ആരോ ഒരാളുണ്ട്. ആ ആളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ. നീ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കാതെ ഒന്ന് പോകാൻ നോക്കമ്പിയെ. ചിന്നു അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശ്രീറാം പറഞ്ഞത് തന്നെയാ സത്യം. ഹീര അവളെ ഭയപ്പെടുത്തിയാ ഇതൊക്കെ ചെയ്യിച്ചത്. ഏട്ടത്തിയുടെ നല്ല മനസ്സുകൊണ്ടാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ സത്യം ഒരിക്കലും അതല്ല. ആ പെണ്ണ് കള്ളി ഏട്ടത്തി, പേരും കള്ളി. അംബിക, ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുൻപ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സമാധാനമായിട്ടൊന്ന് കേൾക്ക്. ചിന്നുവിന്റെ കഴിവിനെയും ബുദ്ധിയും പറ്റി നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുമായിരുന്നല്ലോ. അത്രയ്ക്ക് കഴിവും ബുദ്ധിയുള്ള അവൾക്ക് ഹീരയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാണോ? ഏട്ടത്തി എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിൽ ചിന്തിക്കാനൊന്നുമില്ല. എത്ര കഴിവും ബുദ്ധിയും ഉണ്ടായിരുന്നാലും ഹീരയെ പോലെ ഒരു ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത്ര ദുഷ്ടത്തരമുള്ള സ്ത്രീ അവള്. സമ്മതിക്കുന്നു, ഹീര ക്രിമിനലാ. ദുഷ്ടത്തരം മാത്രമേ അവള് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ ദുഷ്ടയായ ഹീരയുടെ കയ്യിൽ നിന്ന് അപ്പുവിനെ രക്ഷിച്ചു കൊണ്ടുവരാൻ ചിന്നുവിന് കഴിഞ്ഞില്ലേ? എന്നിട്ടെന്താ അവൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തത്? അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കും, അതുകൊണ്ട് അതിന് കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ അതായിരിക്കില്ല. അല്ലെങ്കിൽ അവള് രക്ഷപ്പെട്ടു വന്നേനെ. ഒന്നും അല്ല ഏട്ടത്തി, ഇതാ പെണ്ണ് ഹീരയെ മുന്നിൽ നിർത്തിയുള്ള കളിയാ. അത് ഏട്ടത്തിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് ഏട്ടത്തി അവളെ പൊന്നുമായിട്ട് കാണുന്നോണ്ടാ. ഏട്ടത്തിയുടെ മനസ്സെനിക്കറിയാം. നമ്മുടെ പൊന്നു പോയ ഏട്ടത്തി, അവളിനി ഒരിക്കലും തിരിച്ചു വരില്ല. അംബികെ, മറ്റെന്തും നീ പറഞ്ഞു, അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷെ എന്റെ പൊന്നു തിരിച്ചു വരില്ലെന്ന് മാത്രം നീ പറയരുത്. അത് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചതിച്ചത് ചിന്നുവാണെന്ന് പൂമംഗലത്തുകാരെ വിശ്വസിപ്പിക്കാനായിരുന്നു അംബികയുടെ ശ്രമം. സ്വന്തം അച്ഛൻ